ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയെങ്കിലുമുണ്ട്. ജയിച്ചവരെ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ള കാര്യം പോലും അതുപോലും ചെയ്യാനാകാതെ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? കേരള ജനത ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് തിരിച്ചു ചോദിക്കുന്നത് മഞ്ജുഷേ? തിരിച്ചു പറയുന്നത് കടക്ക് പുറത്ത് എന്നായിരുന്നു. അതെന്ത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വീട്ടിൽ പോയി ചോദിക്കാൻ. ഇത് ഈ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ പ്രിജുഡീസ് എന്ന് പറയുമല്ലോ, മുൻവിധി. ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ തന്നെ വരുന്നത്. അപ്പൊ ആ മുൻവിധിക്കനുസരിച്ച് പെരുമാറേണ്ട ബാധ്യത സ്വാഭാവികമായും മറുപക്ഷത്തിന് ഉണ്ടാവുകയുമില്ല. ഇവിടെ മറുപക്ഷമായിട്ട് നിൽക്കുന്ന CPIM ആണല്ലോ. മഞ്ജുഷ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണ്? മാധ്യമങ്ങൾക്ക് കഥ മെനയാൻ അവസരം കിട്ടുന്നില്ല. അതിന് പെട്ടെന്നൊരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രിക്കടക്കം വിമർശനം നേരിട്ടു കഴിഞ്ഞു. അത്രയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ എന്ന വലിയൊരു ആശ്വാസം. അതിൽ നിൽക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നത് വാസ്തവത്തിൽ? അതൊന്നും തപ്പിപ്പോകാനായിട്ട് അരുണെങ്കിലും കഴിയേണ്ടതല്ലേ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചും ജോലി ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ജേർണലിസ്റ്റാണ് അരുണിന് കഴിയേണ്ടതല്ലേ? അരുണും ചോദ്യം ചോദിക്കാൻ ഞാനും കേട്ടു. അവിടെ നടന്നത് എന്താണ് അത് ഞാൻ ചുരുക്കി പറയാം. അവിടെ നടന്നത് ഈ അതീവ മാരകമായ തിരിച്ചടിയാണ് പിന്നെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്, LDFന് നേരിടേണ്ടി വന്നത്. ഇതാണ് അവിടെ പെർസെപ്ഷൻ തന്നെ അതായിരുന്നു. ആ മീറ്റിങ്ങിന്റെ, ആ സെക്രട്ടേറിയറ്റിന്റെ കുറച്ചു മുമ്പാണ് അവസാനിച്ചത്. അപ്പോൾ ഈ അതീവ മാരകമായ തിരിച്ചടിയെ സംബന്ധിച്ച് പിന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്രാഥമികമായ പാഠങ്ങൾ, അതിന്റെ വിലയിരുത്തലിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അതിന്റെ വിശദവിവരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മൊഡാലിറ്റീസ് എന്തൊക്കെയായിരിക്കണം, ആ മൊഡാലിറ്റീസ് വേണ്ടത്, ഇതാണ് അവിടെ തീരുമാനിക്കപ്പെട്ടത്. അല്ലാതെ പിന്നെ ഏതൊക്കെ നേതാവിന് പിഴച്ചു, ഏതൊക്കെ നേതാവ് നന്നായിട്ട് ചെയ്തു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റെത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ ഗൗരവം ശരിയാണോ തെറ്റാണോ, ഇതൊന്നും അളക്കുന്ന പരിപാടിയായിരുന്നില്ല ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നടന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം മഞ്ജുഷേ.